രാവിലെ നടക്കാൻ പോയിട്ട് വന്നാൽ പിന്നെ ഒന്നും നോക്കൂല ഏട്ടാ, ചാടി അടുക്കളയിൽ കയറാറാണ് പതിവ്. കാത്തൂന് ചോറ് കൊണ്ടുപോകണം ആയതുകൊണ്ട് പെട്ടെന്ന് ചോറും കറിയൊക്കെ റെഡിയാക്കണ്ടേ, അതിനുള്ള ഒരു ധൃതിയാണ് രാവിലത്തെ നേരം. എൻ്റെ ഉഴപ്പിന് 1-2 മണിക്കൂറൊന്നും പോരല്ലോ ചോറും കറിയും ഉണ്ടാക്കാൻ. ഇന്ന് എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നേ, അതും എടുത്തുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. സാധാരണ ഞാൻ രാവിലത്തെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ണുന്നത് വരെ ജോലി ചെയ്യുന്ന ഒരാളാണേ. ഇപ്പോൾ കാത്തൂന് ചോറ് കിട്ടണമായതുകൊണ്ട് ഇച്ചിരിയൊക്കെ ഇമ്പ്രൂവ് ഉണ്ട് എനിക്ക്. ഞാൻ 2 പുതിയ പാത്രം വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചിരുന്നില്ലേ? അതിലൊരു പുതിയ പാത്രത്തിലാണ് ഞാൻ ഇന്ന് ചക്ക കൂട്ടാൻ വെക്കാൻ പോണതേ. പെട്ടെന്ന് ചോറും ചക്കയൊക്കെ റെഡിയാക്കിയതിന് ശേഷം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെയെന്നറിയാമോ? TT എടുക്കാൻ, ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ. ഇന്നലെ രാത്രി എലി ട്രാപ്പ് അതുകൊണ്ട് എൻ്റെ കാല് ഇച്ചിരി ഒരു കുഞ്ഞു മുറിവ് മുറിഞ്ഞ്, അത് ഞാൻ കാണിച്ചു തരാമേ. പക്ഷേ കുഞ്ഞു മുറിവായാലും ഒരു ചെറിയ മുറിവേ ഉള്ളെങ്കിലും നമ്മൾ ഈ ഇരുമ്പ് അങ്ങനെ പോലത്തെ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ TT എടുക്കുന്നതാണ് സേഫ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അമീബ, ബാക്ടീരിയ, ഇതിനെയൊന്നും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്തത്ര കുഞ്ഞാണെന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ മുറിവും നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്തത്ര കുഞ്ഞാണ്. എന്നാലും ഞാനും മോളും കൂടെ പോയി ഒരു TT എടുത്തിട്ട് ടപ്പേന്ന് തിരിച്ചു വന്നു. പോയി വന്നു. എനിക്ക് ചക്ക കറി വെച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ TT എടുത്തിട്ട് വന്ന ഉടനെ കുറച്ച് ചക്ക എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് പോയി. അതിന് മുന്നേ ഞാൻ TT എടുത്ത വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ബ്ലഡൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ട. നേരെ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ചക്ക കൂട്ടാൻ എടുത്തേ. എനിക്ക് ചക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ച് എടുത്തപ്പോഴേ മീനാക്ഷി ചോദിച്ചു, അമ്മ എന്തിനാണ് ഇത്ര എടുക്കുന്നത്, ഇത് ഭയങ്കര മാസാണ്, ഹെവിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ കോരി എടുത്തു. എൻ്റെ കൊതി കൊണ്ടാവണം ഒരൊറ്റ പോക്കത് തറയിലോട്ട് പോയി. ഒന്നും നോക്കിയില്ല, എല്ലാം എന്നേക്കാൾ പൊക്കത്തിൽ ചുമരിലൊക്കെ തെറിച്ച് കിടന്നേ. ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാവും. അവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും അതേപോലെ കോരിയെടുത്തേ. ഈ ചക്കക്കൂട്ടാൻ മാത്രം കഴിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ കഴിക്കേണ്ടത്? കുറച്ച് മീൻകറി മാത്രം എടുക്കണം. മീൻ കഷ്ണങ്ങളോ കുടംപുളിയോ അങ്ങനെ ഒന്നും എടുക്കരുത്. ഈ ചക്കക്കൂട്ടാൻ്റെ പുറത്ത് കുറച്ച് മീൻകറി മാത്രം കോരിയെടുത്ത് ഒരു സ്പൂൺ കൊണ്ട് കോരി കഴിക്കണം. അല്ലാതെ കൈ കൊണ്ട് കുഴച്ചൊന്നും കഴിക്കില്ല. അതൊക്കെ ചോറിലിടുമ്പോൾ മാത്രമേ അങ്ങനെ കുഴച്ച് കഴിക്കാവൂ. സ്പൂൺ കൊണ്ട് കോരി കഴിക്കണം. യമ്മി ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നല്ല ആസ്വദിച്ച് കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചതിന് ശേഷം പിന്നെ വേറെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. അമ്മയെ നോക്കാമെന്ന് പോകണമായിരുന്നു. അങ്ങനെ അന്നത്തെ പരിപാടിക്ക് വേണ്ടി ബാക്കി ടൈം